ഈ വാഹനമാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നൊരു വാഹനം. അതുമാത്രമല്ല ഈ വാഹനത്തിനകത്ത് ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏകദേശം 25 കിലോമീറ്ററിൻ്റെ മുകളിൽ ഫ്യൂൽ എഫിഷ്യൻസിയും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ടൊയോട്ട വാഹനമാണ്. ടൊയോട്ട ക്യാമറി 2024. ഈ കാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് 9th ജനറേഷൻ ഓഫ് ക്യാമറി എന്നാണ്. അപ്പോൾ 9th ജനറേഷൻ ഓഫ് ക്യാമറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ ട്രസ്റ്റഡ് സെഡാനാണ് ടൊയോട്ടയുടെ സ്റ്റേബിൾ എന്ന്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുവരെ ഇറങ്ങിയ ക്യാമറയിൽ ഏറ്റവും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. സോ സ്റ്റൈലിംഗ് ലാംഗ്വേജ് ഒക്കെ നോക്കുമ്പോൾ എവിടെയൊക്കെ ടൊയോട്ട കുറച്ചും കൂടി ലക്സസിലേക്ക് മാറുന്നൊരു ഫീലാണ് എനിക്ക് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഇത് മാത്രമല്ല ഈ വാഹനത്തിനകത്ത് വേറെ എന്തൊക്കെ വിശേഷങ്ങളുണ്ട് എല്ലാം നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പുതിയ ക്യാമറി 9th ജനറേഷനിൽ വന്ന മേജറായിട്ടുള്ള മാറ്റത്തെ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഹാമർ ഹെഡ് ഫേസ് ആണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഡിസൈൻ ലാംഗ്വേജ്. അത് കാരണം തന്നെ വാഹനം കുറച്ചുകൂടി സ്പോർട്ടിയാണ്, കുറച്ചും കൂടി ക്രീസസ് ബോൾഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം കുറച്ചും കൂടി ടൊയോട്ടയിൽ നിന്ന് മാറിയിട്ട് ലക്സസിലേക്ക് വന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഹെഡ് ലാംപ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്ലീക്ക് ഡിസൈൻ കാണാൻ പറ്റും. 2 പ്രൊജക്ടർ LED സെറ്റപ്പ് ഉണ്ട്. DRLs ആണ് ഇവിടെ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടായിട്ടെന്ന് പറയാം. ഹെഡ് ലാമ്പിന് ശേഷം ഇവിടെ നമുക്കൊരു സെപ്പറേറ്റർ കാണാൻ സാധിക്കും. അതായത് ഈ ബോണറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ പോലും ഇതിൻ്റെ ബമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ബമ്പറിൻ്റെ ലേ ഔട്ടിൻ്റെ അകത്ത് ഒരു ചെറിയ സെപ്പറേറ്റർ ഉണ്ട്. അവിടെ തന്നെയാണ് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എഡാസിൻ്റെ ആ ഒരു സെൻസറും കൂടി വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് എഡാസ് വർക്ക് ചെയ്യുന്നത് ക്യാമറ ആസ് വെൽ ആസ് റഡാർ ബേസ്ഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാഹനത്തിന് ലക്സസിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടി. ആ ഒരു സംഭവമാണ് ഈ വാഹനത്തിൻ്റെ ഈ കാണുന്ന ബമ്പർ. ആ ബമ്പറിൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് എനിക്ക് കുറച്ചും കൂടി ഇതിനെ ലക്സസുമായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് ചെറിയ രീതിക്ക് ക്രോം ഗാർണിഷും കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഫോഗ് ലാംപ്സ് കാണാൻ സാധിക്കും. അതും LED ആണ്. സോ ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് ഈ വാഹനത്തിന് കുറച്ചും കൂടി ആ ഒരു ലക്സസ് DNA ഫീൽ ചെയ്യുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 2 വലിയ ക്രീസസ് ആണ്. അപ്പോൾ ആ 2 വലിയ ക്രീസസ് ഭയങ്കര ഷാർപ്പാണ്. അതന്നെ ഈ വാഹനത്തിന് കുറച്ചും കൂടി ബോൾഡ് ലുക്ക് പ്രദാനം ചെയ്യണേ. ഇനി നമുക്ക് നോക്കാം ഈ വാഹനത്തിൻ്റെ എൻജിൻ്റെ അകത്ത് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളതെന്നുള്ളത്. സോ നമുക്കിനി ബോണറ്റ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ബോണറ്റ് കുറേയേറെ പ്രത്യേകതകളുണ്ട്. കാരണം ഈ വാഹനമാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നൊരു വാഹനം. 2500 cc എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്. എൻ്റെ കൂടെ തന്നെ ഈ ഒരു ഹൈബ്രിഡ് സാങ്കേതിക രീതി ആഡ് ഓൺ ആകുമ്പോൾ ഈ വാഹനത്തിന് ഏകദേശം 230 PS ഓഫ് പവർ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഈ വാഹനത്തിന് ഏകദേശം 25 കിലോമീറ്ററിന് മുകളിൽ ഫ്യൂൽ എഫിഷ്യൻസിയും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മിക്ക ആളുകളും വിചാരിക്കും ഈ 2500 cc എഞ്ചിനിൽ എങ്ങനെയാണ് ഇത്രയും മൈലേജ്. സോ ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ് എൻ്റെ റീസൺ. അപ്പോൾ ഈ ഒരു ജനറേഷൻ വാഹനത്തിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് NVH ലെവൽസിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഭാഗത്തൊക്കെ ആ ഒരു സീലിംഗ് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഭാഗത്തും നല്ല രീതിക്കുള്ള ഇൻസുലേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ വാഹനത്തിന് ലക്സസിൻ്റെ ഫീൽ കൂടുതലാണ്. അപ്പോൾ കാഴ്ചയിൽ മാത്രമല്ല, നിങ്ങൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഈ പാനൽ ഗ്യാപ്സൊക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് ഇഫ് കമ്പയർഡ് ടു Gen 8. അപ്പോൾ നോർമലി ഈ ഒരു ഭാഗത്തൊക്കെ ടൊയോട്ടയുടെ വാഹനത്തിനകത്ത് പാനൽ ഗ്യാപ്പിൽ പല രീതിക്ക് വ്യത്യാസമുണ്ടാകും. പക്ഷേ ഇത് കുറച്ചും കൂടി അക്യുറേറ്റ് ആണ്, പ്രത്യേകിച്ച് ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് നോക്കാം. ക്യാമറയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 2 സംഭവങ്ങളാണ് മാറാത്തുള്ളത്. ബാക്കി എല്ലാ പാനൽസും മാറിയിട്ടുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ ഈ ഡോറും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ആ ഒരു ഡോറും മാറിയിട്ടില്ല. അതായത് ജനറേഷൻ 8 നേരെ കടം കൊണ്ട സംഭവമാണ്. ബാക്കി എല്ലാ പാനൽസിലും മാറ്റമുണ്ട്. സോ നമുക്ക് ഡീറ്റെയിലായി നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചാണ്. ഡയമണ്ട് കട്ട് ഓഫ് അലോയ് ആണ് വരുന്നത്. അത് മാത്രമല്ല എയർ സ്കൂപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എയർ സ്കൂപ്സ്, സോ അത് വർക്കിംഗ് ആണ് ഫോർ മോർ എയറോഡൈനാമിക് പ്രോപ്പർട്ടി. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ORVMൻ്റെ അകത്ത് തന്നെ ഒരു ക്യാമറ കൂടി, കാരണം ഈ മാത്രത്തിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം മുതൽ. സോ ആ ഒരു സംഭവമുണ്ട്. HEVയുടെ ബാജിങ് ഉണ്ട്. H സ്റ്റാൻഡ് ഫോർ ഹൈബ്രിഡ്, EV എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ. സോ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണ് പുതിയ ക്യാമറി. ഈ ഒരു ബാജിങ്ങിലും മാറ്റമുണ്ട്. ഈ ഒരു ബ്ലൂ കളറിലെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഷാർപ്പാണ് ഈ വാഹനം. ആ ഒരു ഷാർപ്പ് ഡിസൈൻ ലാംഗ്വേജ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിനകത്ത് പരാതിയായിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ മേജറായിട്ടുള്ളൊരു മാറ്റമല്ല. ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ പോലെ 150 mm ആണ്. സോ 5 പേരിരുന്ന് പ്രത്യേകിച്ച് നമ്മുടെ റോട്ടിലൊക്കെ പോകുമ്പോൾ ബംപ്സ് വരുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടി വരും. ഈ വാഹനത്തിനകത്ത് കമ്പനി പറയുന്നത് മൂൺ റൂഫാണ് വരുന്നതെന്നാണ്. പക്ഷേ ആക്ച്വലി ഇത് മൂൺ റൂഫ് അല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു സൺ റൂഫാണ്. പെനോറമിക് വരുന്നില്ല. ശരിക്കും ഗ്ലോബലി പല വാഹനത്തിനകത്ത് നമുക്ക് പെനോറമിക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് പെനോറമിക് അല്ലാത്തൊരു പ്രോപ്പറായിട്ടുള്ളൊരു സൺ റൂഫും കൂടി കിട്ടുന്നുണ്ട്. 2 വീലിൻ്റെ അകത്തും നമുക്ക് ഡിസ്ക് ബ്രേക്സും കൂടി അവൈലബിൾ ആണ്. ക്യാമറയുടെ റിയർ എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ കണ്ട ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനിലോ C ഷേപ്പ്, അത് നമുക്ക് റിയർ ടെയിൽ ലാംപ്സിൽ കാണാൻ സാധിക്കും. ഇവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെയാണ് ആ ഒരു C ഷേപ്പ് വരുന്നത്. അപ്പോൾ HEVയുടെ ബാഡ്ജിങ് ഉണ്ട്. ക്യാമറയുടെ ആ ഒരു ലെറ്ററിങ് ഉണ്ട്. ടൊയോട്ടയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ഈ ഒരു ബമ്പറിൻ്റെ താഴെ ഭാഗത്തും ക്യാമറയുടെ ബാഡ്ജിങ് ഉണ്ട്.
ഇതൊരു ആഡ് ഓൺ മെറ്റീരിയൽ പോലെ ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി നല്ല ഭംഗിയുണ്ട് ഈ ഭാഗത്തിൻ്റെ റിയർ എൻഡ് കാണാനായിട്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പോയിലർ ലിപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഭാഗത്തിനകത്ത് ബൂട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ബൂട്ട് നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്യണം, അതുപോലെ മാനുവലി ക്ലോസ് ചെയ്യണം. ഓട്ടോ അല്ല, അതായത് ഇലക്ട്രിക്കലി ഓപ്പൺ ആവുന്ന ബൂട്ടല്ല. കൃത്യമായി നോക്കുകയാണെങ്കിൽ ഏകദേശം 520 ലിറ്റർ ഓഫ് ബൂട്ട് സ്പേസ് ആണ്. ഈ ഭാഗത്തിൻ്റെ സ്പെയർ ടയർ ആക്ച്വലി ഡൗൺ സൈസ്ഡ് അല്ല എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയാം. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ബൂട്ട് നമുക്ക് സെക്കൻഡ് റോന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ ഇൻറ്റീരിയർ ചെക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. സോ നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. ക്യാംറി 2024 ഇൻറ്റീരിയർസിലേക്ക് എത്തുമ്പോഴും നമുക്ക് എവിടെയെങ്കിലൊക്കെ ലക്സസിൻ്റെ ഫീൽ കിട്ടുന്നുള്ള കാര്യം പറയാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് കാണുമ്പോൾ ഉറപ്പായിട്ടും കോമെൻറ്റ് ചെയ്യുക ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് നിങ്ങൾ വേറെ ഏതെങ്കിലും ലക്സസ് വാഹനത്തിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഇൻറ്റീരിയർ റിവ്യൂ. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ കേസ് എടുത്തു പറയണം. ഡാഷ്ബോർഡ് നോർമൽ കണ്ടീഷൻസിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റുള്ള പോലെ ഫീൽ ചെയ്യും. പക്ഷേ അതിനകത്ത് ഒരു രസകരമായിട്ടുള്ള സംഭവമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് ഞാൻ പറയാം. അത് തന്നെ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പുതിയ ക്യാമറയുടെ സൗണ്ട് ട്യൂണിംഗ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ക്യാമറയുടെ യൂസ് ചെയ്യുന്നത് 9 സ്പീക്കർ JBLൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ JBL എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള ഹൈസും അതുപോലെ നല്ല ഡെപ്ത്തുള്ള ബേസ് ഫ്രീക്വൻസീസും കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് A പില്ലറിലാണ് ഇതിൻ്റെ ട്വീറ്റേഴ്സ് വെച്ചിട്ടുള്ളത്. സെൻറ്റർ സ്പീക്കർ ഉണ്ട്, റിയറിലാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സബ് വൂഫർ. അതല്ലാതെ ഡോർ പാഡിൻ്റെ അകത്ത് നമുക്ക് നോർമൽ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. ഫുൾ റേഞ്ചാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സൗണ്ട് ട്യൂണിംഗ് ഭയങ്കര സിമ്പിളാണ്. അത് നമ്മൾ ഏതെങ്കിലും ഒരു ഓഡിയോ സെറ്റിങ്സിൻ്റെ അകത്ത് ഈ ഒരു സൈഡിൽ ഒരു 3 ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ സൗണ്ട് ട്യൂൺ ചെയ്ത് വെച്ചാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെൻറ്ററാണ് നോർമലി ഉണ്ടാവുക. അപ്പോൾ ഈ റീസെൻറ്ററിൻ്റെ അകത്ത് നിന്ന് ഒരൊറ്റ പോയിന്റ് ബാക്കിലേക്ക് വയ്ക്കുക. സോ ദാറ്റ് റിയറിലെ പാസഞ്ചേഴ്സിനെ കുറച്ചുകൂടി നല്ല ക്ലീനായിട്ട് കേൾക്കാനായിട്ട്. ഈ ഭാഗത്തിൻ്റെ ബെസ്റ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ട്രബിൾ +4ഉം അതുപോലെ തന്നെ മിഡ് ടോൺ -1ഉം അതുപോലെ ബേസ് +3 വെക്കുക. ഇത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നിങ്ങൾ നിങ്ങളുടെ പുതിയ ക്യാമറയിലേക്ക് ഇട്ടോക്കൂ. അതിഗംഭീരമായിട്ട് നമുക്ക് ആക്ച്വലി സൗണ്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭാഗത്തിൻ്റെ ആ ഒരു ഡാഷ്ബോർഡ് കുറച്ച് ഹൈറ്റ് പോലെ ഫീൽ ചെയ്യും. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഈ ഒരു സംഭവം, അതായത് ഇതിനകത്ത് വരുന്ന 12.3 ഇഞ്ചസിൻ്റെ ഇൻഫർടൈൻമെൻ്റ് ആണ്. അപ്പോൾ ഈ ഇൻഫർടൈൻമെൻറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ എവിടെയും ഒരു തടസ്സമില്ല. നോർമലി ഈ സ്റ്റാൻഡ് അലോൺ ടൈപ്പ് ഓഫ് ഇൻഫർടൈൻമെൻറ്റ് പ്രശ്നം എന്താ വെച്ചാൽ കുറച്ചുകൂടി ഹൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ബ്ലോക്കേജ് വരും. അപ്പോൾ ഈ ഒരു മാത്രമേ അത് ഇല്ല എന്നുള്ള കാര്യം പറയാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ യെല്ലോ ബ്രൗണിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവമൊക്കെ ഈ വാഹനത്തിന് കുറച്ചുകൂടി പ്രീമിയം ഫീലിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ ഈ ഒരു സെയിം യെല്ലോ ബ്രൗൺ ഫീൽ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വരുന്ന ആ ഒരു ലെതറിൻ്റെ അകത്തും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ക്യൂട്ടാണ്, ലെതർ റാപ്ഡ് ആണ്. ഏകദേശം എല്ലാ വേണ്ട കൺട്രോൾസ് എല്ലാം ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു സ്ക്രീനിനും അതുപോലെ റൈറ്റ് സൈഡിലെ ഡാസും ബാക്കിയുള്ള കാര്യങ്ങളും. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ECVT ആണ്. അപ്പോൾ ECVTയുടെ പാഡൽ ഷിഫ്റ്റേഴ്സും കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് 12.3 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. സോ സെയിം 12.3 ഇഞ്ചിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൂടി ഫ്രണ്ടിലുണ്ട്. ഡയൽസ് രണ്ടും ഡിജിറ്റലാണ്. നടുവിലൊരു MID ഉണ്ട്. ഭയങ്കര ക്ലീനാണ്, ക്ലിയർ ആണ്. പ്രത്യേകിച്ച് നമുക്ക് എവിടെയും ആ ഒരു യൂസ് ചെയ്ത ഫോൺസ് ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും എവിടെയും ഒരു പ്രശ്നമില്ല. സോ എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നുണ്ട് പറയാം. ഇനി എടുത്തു പറയാനുള്ള ഈ വാഹനത്തിൻ്റെ ഈ AC-യുടെ ആ വെൻസിൻ്റെ അകത്ത് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഫീൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതും ഇവിടെ ഹസാർഡ് ലാമ്പ് കാണാൻ പറ്റും. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അകത്ത് കൂടുതൽ ഫിസിക്കൽ ബട്ടൺസ് ആണ്. സോ വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ഫിസിക്കൽ ബട്ടൺസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുക. സോ AC-യുടെ വെൻസ് ഉണ്ട്, അതുപോലെ തന്നെ സീറ്റ് വെൻറ്റിലേഷനൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. നോർമലി വാഹനത്തിലത്തെ എന്താ വെച്ചാൽ സീറ്റ് വെൻറ്റിലേഷനൊക്കെ സ്ക്രീനിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ ഇതെല്ലാം ഭയങ്കര സിമ്പിളാക്കിയിട്ടുണ്ട്. ക്ലീനാണ്, ക്ലിയറാണ് അൺഡൗട്ടഡ്ലി. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വെക്കാൻ പറ്റും. ഇതിനെന്താ ഗുണം എന്താ വെച്ചാൽ കപ്പ് ഹോൾഡറിൻ്റെ സൈസിനനുസരിച്ച് ഇത് ഗ്രാബ് ചെയ്യും. അത് ഇവിടെ പിടിക്കാനുള്ളൊരു സംഭവമുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫോൺ ചാർജിന് വെക്കാം. iPhone 15 Pro Max വരെ സിമ്പിളായിട്ട് അതിനകത്തിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ട്രാൻസ്മിഷൻ സംഭവമുണ്ട്. ഇവിടെ നമുക്ക് 3 മോഡ് അവൈലബിൾ ആണ്: ഈക്കോ, നോർമൽ, സ്പോർട്ട്. അപ്പോൾ ഈ ഭാഗത്തിനകത്ത് സ്പോർട്ടിലിടുമ്പോൾ ഈ ഒരു ഭാഗത്തിൽ വലിയ മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. EV മോഡുണ്ട്, ഹോൾഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബട്ടൺ അവൈലബിൾ ആണ്. ഈ സ്പേസ് തുറക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നമുക്ക് മാക്സിമം സാധനങ്ങളിലൂടെ വെക്കാൻ സാധിക്കും. അപ്പോൾ സീറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബോൾസ്റ്റേഴ്സുള്ള സീറ്റാണ് എന്നെ കൃത്യമായിട്ട് പിടിച്ചു വയ്ക്കുന്നത്. അതായത് ഈ ഒരു സൈസിലുള്ള ആൾക്കാർക്കും ഇതിനകത്ത് സുഖമായിരിക്കാൻ പറ്റും. ഹീറ്റഡ് ആണ്, വെൻറ്റിലേറ്റ് ആണ്, പെരിഫറേറ്റഡ് ആണ്. അതുമാത്രമല്ല ഇതിനകത്ത് ഡ്രൈവറിനും കോ ഡ്രൈവറിനകത്തും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ലാതെ ഈ ഒരു സീറ്റിനകത്ത് ബോസ് ഫംഗ്ഷൻ കൂടി ഉണ്ട്. അതായത് എനിക്ക് ഇവിടുന്ന് ഈ സീറ്റിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ യൂസബിലിറ്റി റിയർ എൻഡിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഓണറൊക്കെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ മാക്സിമം ഫ്രണ്ടിലേക്ക് ആക്കാൻ സാധിക്കും. ഇനി കമ്പനി പറയുന്നതിനകത്ത് മൂൺ റൂഫ് എന്നാണ്. അപ്പോൾ നോർമലി നമ്മൾ കേൾക്കുന്നത് വെച്ചാൽ മൂൺ റൂഫ് എന്ന് പറയുമ്പോൾ തുറക്കാൻ പറ്റാത്ത സാധനത്തിനാണ്. ആക്ച്വലി ഇതിനെ നമുക്ക് സുഖമായിട്ട് തുറക്കാൻ സാധിക്കും. സോ നമുക്കിതിനൊരിക്കലും മൂൺ റൂഫ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വലിയൊരു സൺ റൂഫ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ AC-ക്ക് അത്രത്തോളം പണിയെടുക്കേണ്ടി വരില്ല ഇതിനെ തണുപ്പിക്കാനായിട്ട്. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് റോ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോ പെട്ടെന്ന് നോക്കാം.
ക്യാമറ എപ്പോഴും അറിയുന്നത് ഇതിൻ്റെ ഷോഫർ ഡ്രിവൻ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. സോ അതിനകത്ത് വലിയ മാറ്റങ്ങളുണ്ടോയെന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ. ആദ്യം തന്നെ എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അതുമാത്രമല്ല ഈ വാഹനത്തിനകത്ത് ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഇതിനെ ടാബ് പോലെ എടുത്ത് കൈ പിടിക്കാം, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു സീറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ എ സിയുടെ കൺട്രോൾസാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് 3 സോൺ എ സിയാണ്. 2 സോൺ ഫ്രണ്ടിലും അതുപോലെ തന്നെ 1 സോൺ ഈ ഒരു റിയർ പാസഞ്ചറിന്. ആദ്യം തന്നെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു സീറ്റിനെ നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം എനിക്കിത് ഫ്രണ്ടിലേക്ക് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ആയിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ചാരി കിടന്നുറങ്ങാം. ഹെഡ് റെസ്റ്റ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമല്ലാതെ ഈ ഒരു സെക്ഷനിൽ അത് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എ സിയുടെ ടെമ്പറേച്ചർ ഇവിടെ കൂട്ടും കുറയ്ക്കും ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഇൻഫോർടൈൻമെൻറ്റ് എല്ലാ സെറ്റിങ്സും, അതായത് വോളിയം അതുപോലെ ട്രാക്ക് ചേഞ്ചും എല്ലാം നമുക്കിവിടെ കിട്ടും. ഇതല്ലാതെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സും കൂടി ഇവിടെ വെക്കാൻ സാധിക്കും. ഇത് നമുക്ക് പൊക്കാൻ പറ്റില്ല, അതായത് ഇതിനകത്ത് പ്രത്യേകിച്ച് സ്പേസ് ഒന്നുമില്ല. ടോട്ടലി ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ബാക്കിലേക്ക് ആക്കാൻ പറ്റും. അത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് ബൂട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു സാധനം എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇതിനൊന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൈയിട്ടിട്ട് അത്യാവശ്യ സാധനങ്ങൾ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും. സോ അതിൻ്റെ ഒരു സ്പേസും കൂടിയുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഡോറിൻ്റെ പാഡ് കേസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു യെല്ലോ ആൻഡ് ബ്രൗൺ ട്രീറ്റ്മെൻറ്റ് ആണ് മൊത്തത്തിൽ ഈ വാഹനത്തിനകത്ത്. അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഒരു ബ്രഷ്ഡ് അലുമിനിയത്തിൻ്റെ ഫീലും കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത്. അതല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സൺ ബ്ലൈൻഡ് വന്നിട്ട് അത് മാനുവലാണ്. സോ ഈ ഒരു വാഹനത്തിനകത്ത് നമ്മുടെ ഡോർ പാഡിനകത്ത് വരുന്ന സൺ ബ്ലൈൻഡ് മാനുവൽ ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള സൺ ബ്ലൈൻഡ് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ആക്ച്വലി ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൺഷെയ്ഡ് അല്ലെങ്കിൽ സൺ ബ്ലൈൻഡ് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയൊരു പരാതി. കാരണം വെച്ചാൽ ഈ വാഹനത്തിനകത്ത് ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു പല സ്ഥലത്തും ഇത് ലക്സസ് ഫീൽ നൽകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഇത് പഴയ ക്യാമറയുടെ ഫീലാണ്. പ്രത്യേകിച്ച് ഇത് നമ്മൾ മാരുതി വാഹനങ്ങളുടെ ഓർമ്മ നൽകുന്നുണ്ട് പറയാം. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ അകത്തും ഒരു മാറ്റം വരുത്തായിരുന്നു. ആ ഫ്രണ്ടിലത്തെ സെയിം പാനൽ ഇവിടെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാണ്. പക്ഷേ വാഹനം ജനറേഷൻ മാറുന്നത്, സോ അനുസരിച്ച് ഇവിടെ USB-C കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും C ഉണ്ട്, റിയറിലും C ഉണ്ട്. ഇവിടെ ചെറിയൊരു ഹംപ്പ് ഉണ്ട്. അത് കാരണം മൂന്നാമത്തെ ആൾക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വാഹനത്തിനകത്ത് ഒരു ബോസ് മോഡ് വരുന്നുണ്ട്. സോ ഇവിടെ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റിനെ നമുക്ക് മാക്സിമം ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഈ ഒരു പാസഞ്ചറിന് മാക്സിമം കംഫർട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വാഹനത്തിനകത്ത് സൺറൂഫ് വന്നെങ്കിൽ പോലും നമ്മുടെ തല എവിടെയും തട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി ഏറ്റവും കൂടുതൽ നോക്കാനുള്ള ഈ ഒരു പുതിയ ജനറേഷൻ വാഹനത്തിനകത്ത് മേജറായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത് പെർഫോമൻസിലെ മാറ്റമുണ്ട്. അതുമാത്രമല്ല ആ ഒരു ലാഗൊക്കെ കംപ്ലീറ്റ്ലി പോയി എന്നാണ് ടൊയോട്ട പറയുന്നത്. സോ അതിന് നമുക്ക് വാഹനം ഓടിക്കണം. സോ ലെറ്റ്സ് ട്രൈ. എങ്ങനെയുണ്ട് പുതിയ ജനറേഷൻ ക്യാമറി ഓടിക്കാനായിട്ട്? അപ്പോൾ ഞാൻ ആക്ച്വലി എടുത്ത് പറയുന്നില്ല, ഇതിൻ്റെ ഡ്രൈവ് നിങ്ങൾ തന്നെ കാണാം. പാർക്കിൽ നിന്ന് ഞാൻ നേരെ ഡ്രൈവിലേക്ക് ഇട്ടു, ഈക്കോ നേരെ സ്പോട്ടിലേക്ക് ഇട്ടു. ഇതൊരു ടൊയോട്ട വാഹനമാണ്. പക്ഷേ ഈ ഒരു പുള്ള് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല അത് ടൊയോട്ട വാഹനമാണ്. അതുമാത്രമല്ല ഞാൻ തിരിക്കുന്നത് ഒരു കോർണറിലാണ്, എന്നാലും എനിക്കൊരു 120 സുഖമായിട്ട് ചെയ്യാൻ സാധിച്ചു. സോ ഇതാണ് ഈ വാഹനത്തിനകത്ത് വന്ന മേജറായിട്ടുള്ള മാറ്റം. എനിക്കിപ്പോൾ 0 to 100 ചെയ്യാൻ പറ്റുന്നത് വെറും 7.2 സെക്കൻഡ്സിലാണ്. ഒരിക്കലും ഇതിനു മുമ്പ് ഒരു ക്യാമറയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. സോ ഈ വാഹനത്തിനകത്ത് വന്ന ആ ഒരു എൻജിൻ, അതിൻ്റെ കൂടെ തന്നെ ഹൈബ്രിഡ് മോട്ടറിൻ്റെ ഒരു കോമ്പിനേഷൻ കാരണം നമുക്ക് ഇത്രത്തോളം പവർ, കൃത്യമായി പറയുകയാണെങ്കിൽ 230 PS ഓഫ് പവറാണ് കമ്പൈൻഡ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോർക്കി ഡ്രൈവ് കിട്ടുന്നത്. സോ ഇനി ആരും ടൊയോട്ടയുടെ വാഹനമാണ്, ഒരു സ്പോർട്ടിനെസ് ഇല്ല അല്ലെങ്കിൽ ഓടിക്കാൻ സുഖമില്ല എന്നുള്ള കാര്യം പറയാൻ സാധിക്കില്ല. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഗിയർ ബോക്സ് CVT ആണ്. അപ്പോൾ നോർമലി CVTയുടെ കേസിൽ എന്താ പ്രശ്നം വെച്ചാൽ ലാഗ് വരാറുണ്ട്. പക്ഷേ ഈ വാഹനത്തിനകത്ത് ഒരു ലാഗുമില്ല. നമ്മൾ ഫുട്ട് ചെയ്യുമ്പോൾ ഈ വാഹനം നമ്മളങ്ങനെ വലിച്ചു പോകുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഏകദേശം 120 പോകുമ്പോഴും ഡൈനാമിക്കലി വാഹനം ഭയങ്കര സ്റ്റേബിളാണ്. ഇതൊന്നും ഒരിക്കലും നമ്മൾ ടൊയോട്ടയിൽ പ്രതീക്ഷിക്കുന്നില്ല. സോ ജർമ്മൻ വാഹനങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഞാൻ ഇനി മുതൽ ഈ ഒരു വാഹനം റെക്കമെൻഡ് ചെയ്യും. ഇനി നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ അകത്ത് ഫീഡ്ബാക്കിൽ മാറ്റമുണ്ട് ഇഫ് കമ്പയർഡ് ടു ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ. അപ്പോൾ കുറച്ചുകൂടി ഡയറക്റ്റാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് റെസ്പോൺസ്. സോ നോർമലി നമ്മൾ ടൊയോട്ട വാഹനങ്ങളിൽ കാണുന്നതല്ല. അപ്പോൾ കാരണം ഞാൻ വാഹനം സ്പീഡ് ചെയ്തപ്പോഴും എനിക്ക് അക്യുറസിയിൽ എവിടെയും ഒരു കുറവ് ഫീൽ ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും കൂടി വരുന്നുണ്ട്. വാഹനം CVT ആണെങ്കിൽ പോലും പാഡൽ ഷിഫ്റ്റേഴ്സിൽ നമുക്ക് ഡൗൺ ചെയ്യുമ്പോൾ ആ റെസ്പോൺസ് ക്വിക്കാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സസ്പെൻഷനിൽ മാറ്റമുണ്ട്.
അപ്പോൾ നോർമലി നമ്മൾ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോർണർ ചെയ്യുമ്പോൾ ആ സസ്പെൻഷൻ്റെ സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പതുക്കെ ഓടിക്കുകയാണ് അല്ലെങ്കിൽ ആ റൂട്ട്സിൻ്റെ അണ്ടുലേഷൻസ് ഒക്കെ വരുമ്പോൾ ആ ഒരു അണ്ടുലേഷൻസ് ഒക്കെ നല്ല രീതിക്ക് ഈ വാഹനത്തിന് അബ്സോർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് സോഫ്റ്റൻ ആവേണ്ട സ്ഥലത്ത് സോഫ്റ്റൻ ആവുന്നുണ്ട്, അല്ലാതെ നമ്മൾ ഹാർഡായിട്ട് പുഷ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇത് മാറുന്നുണ്ട്. സോ ഇതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു പുതിയ ജനറേഷനിലേക്ക് വന്നപ്പോൾ ആ ഒരു ഫീലും കൂടി ഒരു വാഹനം നൽകുന്നുണ്ട്. ഈ ഒരു ജനറേഷനിൽ വന്നപ്പോൾ ഏറ്റവും വലിയൊരു മാറ്റം ഇതിൻ്റെ NVH ലെവൽസിൽ വന്ന ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് ആ ഫ്രണ്ട് ക്യാബിൻ നല്ല രീതിക്ക് ഇൻസുലേറ്റഡ് ആണ്. അത് മാത്രമല്ല നമുക്ക് ഈ വാഹനം നമ്മൾ പുഷ് ചെയ്യുമ്പോൾ പോലും ആ ഒരു എന്താ പറയുക, ആ ഒരു CVTയുടെ ഒരു ശബ്ദം ഉണ്ടാവാറുണ്ട് നോർമലി. ആ ഒരു ഗ്രണ്ടൊന്നും ഇതിനകത്തേക്ക് കേൾക്കുന്നില്ല. സോ അതും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ ആൻഡ് ഹാർഷ്നെസ്സിൻ്റെ കേസിൽ. ഈ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് സീറ്റ് വെൻറ്റിലേഷൻ എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി റോഡിൽ നിന്ന് കണ്ണെടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്ത് HUD വരുന്നത്, HUDൻ്റെ അകത്ത് ADASൻ്റെ ആ ഒരു ഇൻഫർമേഷൻസും വണ്ടി ഏത് മോഡിലാണ് അതിൻ്റെ ഇൻഫർമേഷൻസും അതുപോലെ നമ്മൾ സ്പീഡും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. സോ അതും ഭയങ്കര കംഫർട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറെ എവിടെയും നോക്കാതെ തന്നെ നമുക്ക് വാഹനം എത്ര ദൂരം വേണമെങ്കിൽ ഓടിച്ചു കൊണ്ടുപോകാം. ഇനി ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എടുത്തു പറയണം. അതായത് വാഹനത്തിൻ്റെ പ്രൈസ് ഏകദേശം 50 lakhs ആണെങ്കിൽ പോലും ഈ വാഹനം നൽകുന്ന ഫ്യൂൽ എഫിഷ്യൻസി ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ താഴെ ഒരു വാഹനത്തിൻ്റെയാണ്. അതായത് സ്വിഫ്റ്റിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയാണ് പുതിയ ക്യാമറയ്ക്ക് വരുന്നത്. ഇന്ന് ഞാൻ മാക്സിമം അതിനെ പുഷ് ചെയ്ത് ഓടിച്ചു, എന്നിട്ടും എനിക്ക് ഏകദേശം ഒരു 14 to 16 കാണിക്കുന്നത്. അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈക്കോ മോഡിലിട്ട് വാഹനം നല്ല രീതിക്ക് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 25 കിലോമീറ്ററിൻ്റെ മുകളിൽ ഫ്യൂൽ എഫിഷ്യൻസി നൽകും. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു USP. ഇനി എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ ഞാൻ കൃത്യമായി നോക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് എർഗണോമിക്സ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എർഗണോമിക്സ് വൺ ഓഫ് ദ ബെസ്റ്റ് എർഗണോമിക്സ് ആണ്. നമുക്ക് നമ്മൾ തൊടേണ്ട കാര്യങ്ങളൊക്കെ കയ്യെത്തും ദൂരത്താണ്. പ്രത്യേകിച്ച് എവിടെയും നമുക്ക് കൈ തട്ടുന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ വ്യൂബിലിറ്റി. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ ORVMൻ്റെ വ്യൂ ആണെങ്കിലും IRVMൻ്റെ വ്യൂ ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആണ്. അതുമാത്രമല്ല നമുക്ക് ആ ഒരു സൺബ്ലൈൻഡിനെ ഇവിടെ തന്നെ ഡൗൺ ചെയ്യാൻ സാധിക്കും ഇലക്ട്രിക്കലി. സോ അത് കാരണം നമുക്ക് എവിടെയും വ്യൂ ഒരു ഇഷ്യൂ ആയിട്ട് ഈ ഒരു വാഹനത്തിനകത്ത് വരില്ല. Camry 2024 അകത്ത് ഏറ്റവും ആഡ് ഓൺ ആയിട്ടുള്ള ഫീച്ചർ വന്നതിനകത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നത്, ലെവൽ 2 ക്രൂസ് കൺട്രോൾ വരുന്നത്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇന്ത്യൻ കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ ലെയിൻ പ്രോപ്പർലി മാർക്ക്ഡ് ആണെങ്കിൽ പിന്നെ ഈ ഒരു വാഹനം ഈ 2 ലെയിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് ഈ ഒരു വാഹനത്തിനെ കൊണ്ട് പോകാൻ സാധിക്കും. അതുമാത്രമല്ല ബൈ ചാൻസ് ഫ്രണ്ടിലൊരു വാഹനം വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യും. അതനുസരിച്ച് വാഹനം ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും. അതിന് ശേഷം ആ വാഹനം പോകുന്നതനുസരിച്ച് ഈ ഒരു വാഹനം ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ വെച്ച് കൊടുക്കണം സ്റ്റിയറിംഗിൽ, സോ ദാറ്റ് നമ്മൾ ഉറങ്ങിയിട്ടില്ല എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ കേസിലും ഈ വാഹനം മറ്റ് വാഹനങ്ങളെ പോലെ തന്നെ പ്രോപ്പറായിട്ട് ADASൻ്റെ കേസിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാര്യം കൂടി പറയാം. ക്യാമറ എപ്പോഴും അറിയുന്നത് റിയർ സീറ്റ് കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സോ അതുകൂടി ഒന്ന് പ്രാക്ടിക്കലി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ബംപ്സ് ആൻഡ് പോർട്ട് ഹോൾസിന് മുകളിൽ കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാഹനത്തിനകത്ത് ഡൈനാമിക്കലി നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്, പെർഫോമൻസ് കൂടിയിട്ടുണ്ട്. സോ അനുസരിച്ച് പഴയ ആ ഒരു കംഫർട്ട്, കാരണം ഇത്രയും കാലം ക്യാമറ അറിയുന്നത് ഈ ഒരു റിയർ സീറ്റ് കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. ആ ഒരു കംഫർട്ടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഇല്ല എന്ന് തന്നെ പറയാം. അതായത് വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ് നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ റിയറിലിരിക്കുമ്പോൾ ആ ഒരു കംഫർട്ട് ഫീലും കൃത്യമായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിക്കുള്ള NVH ലെവൽസ് ഉണ്ടായിട്ട് പുറത്തുള്ള ശബ്ദം നമുക്ക് നല്ല രീതിക്ക് മാസ്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ടൊയോട്ട ക്യാമറയുടെ വേർഡിക്ട് ടൈമാണ്. അപ്പോൾ ഈ 2024 വേർഷൻ ഓഫ് ക്യാമറയിൽ എന്തുണ്ട് മാറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അടിമുടി മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമലി മിക്ക ആളുകളും പറയാറുണ്ട് ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു 48 lakhs ആണ്. അപ്പോൾ ആരെങ്കിലും പറയും ടൊയോട്ട ബാഡ്ജിങ്ങിന് ആരെങ്കിലൊക്കെ 48 ലക്ഷം കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു വാഹനം ടൊയോട്ടേനേക്കാളും കൂടുതൽ ഇപ്പോൾ ലെക്സസുമായിട്ടാണ് റെസംബിൾ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലുണ്ട്, ഇൻറ്റീരിയറിലുണ്ട്, ഡ്രൈവബിലിറ്റിയിലുണ്ട്. അപ്പോൾ നോർമലി ടൊയോട്ടയുടെ വാഹനത്തിലുള്ളത് 2 സംഭവങ്ങളാണ് മിസ് ഔട്ടായിട്ട് വരാറ്, പെർഫോമൻസ് ആൻഡ് ടെക്നോളജി. ഈ 2 സംഭവങ്ങളും പുതിയ ജനറേഷൻ ക്യാമറയുടെ അകത്ത് ഫുൾ ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ വാഹനത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി. എന്ന് മൊത്തം ഓടിച്ചപ്പോൾ എനിക്ക് ഏകദേശം 14 to 15 കിട്ടി. ഞാൻ അത്രത്തോളം ഈ വാഹനത്തിനെ പുഷ് ചെയ്തു. പക്ഷേ നമ്മൾ നോർമലി ഈക്കോ മോഡിലിട്ട് ഓടിക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം 25 കിലോമീറ്ററിൻ്റെ മുകളിൽ ഫ്യൂൽ എഫിഷ്യൻസി നൽകും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രൈവ് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓൾ തിങ്സ് ഓട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.